ഊരിട്ടമ്പലം 1975 ഒന്നാം പള്ളിക്കൂട കൂട്ടായ്മയുടെ ക്രിസ്മസും ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. കണ്ടല NSS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അമ്മയും അച്ഛനും ഒപ്പം ക്രിസ്മസ് ന്യൂ ഇയർ എന്നായിരുന്നു ആഘോഷത്തിന്റെ പേര്. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ, മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി. അറിഞ്ഞൂടാ. എന്തായിരുന്നാലും ഈ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ എനിക്ക് പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി കാണുകയാണ്. ദൂരെ 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 ബാല്യമെന്ന തീരം, മേലെ വാനിൻ മേലെ സ്നേഹമാകും താരം, പൂനിലാവിൻ രാസലീല ആടിടുന്നു മേഘമാല, മുരളി സംഗീതം ദൂരെ. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി, ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂരി. 1975 ഊരുട്ടമ്പലം LP സ്കൂളിൽ, ഇന്നത്തെ പഞ്ചമി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠനം നടത്തിയ കൂട്ടുകാരുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാണ് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. ഏകദേശം 7 വർഷമായി ഈ ഒരു ഒത്തുചേരലിന് തുടക്കം കുറിച്ചിട്ട് ഓണാഘോഷ പരിപാടികൾ ഉൾപ്പെടെ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, ഗുരുവന്ദനം ഉൾപ്പെടെ, മാതാപിതാക്കളെ ആദരിക്കുന്നതുൾപ്പെടെ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ചാരിറ്റി ഗ്രൂപ്പ് ഇന്ന് ഒരു മുഖ്യധാരയിൽ നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒന്നാണ്. വർത്തമാന കാലഘട്ടത്തിൽ മാതാപിതാക്കളെ അനാഥാലയങ്ങളിൽ എത്തിക്കുന്ന സംസ്കാരം നിലനിൽക്കുന്ന ഒരു കർമ്മ മേഖലയിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിന് നൽകേണ്ട ഒരു വലിയൊരു മെസ്സേജ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ സംഗമത്തിലുണ്ട് എന്ന് നമ്മൾ എല്ലാവരും കരുതുന്നു. നമ്മുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളെ, എത്താൻ പറ്റുന്ന മുഴുവൻ മാതാപിതാക്കളെയും നമ്മളിവിടെ എത്തിക്കുകയും അവരെ ആദരിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. അത് മറ്റ് സുഹൃത്തുക്കൾക്കും സമൂഹത്തിനും അടുത്ത തലമുറയ്ക്കും നൽകുന്ന വലിയൊരു മെസ്സേജായി നമ്മൾ ഈ കൂട്ടായ്മയിൽ കാണുന്നു. സാധാരണ സൗഹൃദങ്ങൾ ഒത്തുചേർന്ന് ആഘോഷം നടത്തി പിരിയുന്നതിന് പകരമായി വളരെ ഉദാത്തമായ ചിന്താധാര സമൂഹത്തിൽ എത്തിക്കുവാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനപൂർവ്വം നമ്മൾ പറയുന്ന ഒന്നാണ്. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം 2027-28 തന്നെ ഈ ഒന്നാം പള്ളിക്കൂട കൂട്ടായ്മയ്ക്ക് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മോടൊപ്പം പഠിച്ച ശ്രീ അനിൽകുമാർ ലാവളയിൽ താമസിക്കുന്ന സുഹൃത്താണ്. അദ്ദേഹം അതിനാവശ്യമായ ഭൂമി വിട്ടുതരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അനുബന്ധമായി ബന്ധപ്പെട്ട മേഖലകളിൽ ജനപ്രതിനിധികളുമായി ആലോചിച്ച് ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു ഒന്നാം പള്ളിക്കൂട ഭവനം തീർക്കുകയും നമുക്ക് വരും കാലഘട്ടങ്ങളിൽ സമൂഹത്തിൽ അശരണായ ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ രക്ഷകർത്താക്കൾക്കോ ആർക്കെങ്കിലും ആരുമില്ലാതെ അന്യതാബോധത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവർക്ക് ഒരു കൈത്താങ്ങാകാൻ ഈ കൂട്ടായ്മയ്ക്ക് ആ മന്ദിരം സ്ഥാപിതമാകുന്നതോടെ കഴിയും എന്ന നിറഞ്ഞ ചാരിതാർത്ഥ്യത്തിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സംഗമം നടക്കുന്നത്.